ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് അക്കൗണ്ടൻസി കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അക്കൗണ്ടൻസിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് റിവിഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുമ്പേ ഞാനൊരു പാക്കറ്റ് നൂഡിൽസ് കഴിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫോൺ സ്റ്റാർട്ട് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സ്റ്റാർട്ട് ആയതിനു ശേഷം ഞാൻ അക്കൗണ്ടൻസി വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടൻസിയുടെ നെക്സ്റ്റ് ഓപ്പേഴ്സിൽ ലെക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്, അയാളുടെ ബാച്ചിലല്ല. അപ്പോൾ യൂട്യൂബിലുള്ള ലെക്ചേഴ്സ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാർ ഫസ്റ്റ് ഇങ്ങനെ കഥ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എഴുതാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാർ എന്തൊക്കെയാണോ പറയുന്നത് അതെനിക്ക് എങ്ങനെ മനസ്സിലായ ആ രീതിയിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ എനിക്ക് മനസ്സിലായ രീതിയിൽ ഓരോന്നിങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. സാറ് സ്ലൈഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ലൈഡിലെ നോട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ വന്നത്. ഫസ്റ്റ് ഈ അക്കൗണ്ടൻസിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ് നടത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കട നടത്തുമ്പോൾ അവിടെ എന്തൊക്കെ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞു ഒരു കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു. ഒരു 35 മിനിറ്റോളം ഇത് തന്നെയായിരുന്നു. ഒരു സ്റ്റോറി പോലെ ആ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രോപ്പർ തിയറിയിലേക്ക് സാർ കടന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ എനിക്ക് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ എഴുതാണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും വേറെ വല്ലതും കാര്യത്തിൽ ഇങ്ങനെ ഇതായി പോയിക്കൊണ്ടേയിരിക്കും, വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ച് ആ ഒരു ടൈം കളയും. അപ്പം മാക്സിമം എൻ്റെ ഫോക്കസ് മൊത്തം അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സാർ പറയുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ, ഒരു റഫായിട്ടൊരു സൈഡിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ മടുത്ത്, കാരണം എനിക്കിന്നെ കണ്ടിന്യൂസ് ലെക്ചേഴ്സ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് എഴുതാനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് പോകുക. എൻ്റെ കൂടെ തന്നെ അറിയാൻ പാടില്ല, എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ പതിവില്ലാണ്ട് കുറേ ആഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറെ എന്ത് വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ വരാറില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഡ്സ് മാത്രം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ശ്രദ്ധ കുറേ പ്രാവശ്യം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ സ്കിപ്പ് അടിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല, കാരണം എനിക്കൊന്നും മനസ്സിലാകത്തില്ല സ്പീഡ് കൂട്ടിയിട്ട് കാണുകയാണെങ്കിൽ. അപ്പം ഞാൻ മാക്സിമം ആ 2x ഇടാണ്ടാണ് കാണുന്നത്. നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് 2x ഇടുന്നത്, പക്ഷേ 2x ഇടുമ്പോഴേക്കും ഒന്നും മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ടൈം നമ്മൾ വേസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്യാറില്ല അങ്ങനെ. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ വരെ ഇട്ട് കാണാൻ തുടങ്ങി, കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മടുത്തുപോയി. പിന്നെ ഞങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും പിന്നെയും കുഴപ്പമില്ല, സംഭവം എല്ലാം മനസ്സിലായി. ആ കഥ കേട്ടതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ട് ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ആ നോട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നോട്ട് നോക്കി ഞാൻ അങ്ങനെ പഠിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് സ്കൂളിൽ ചെയ്ത നോട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ സൈഡ് ബൈ സൈഡ് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും അത്ര ഉള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.